വാട്സാപ്പിലൂടെ ഡെയിലി സെയിൽസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓട്ടോമേഷൻ നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു ഡെയിലി സെയിൽസ് മെസ്സേജിന്റെ ഒരു സിമ്പിൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ നിങ്ങളുടെ സെയിൽസ് ഡാറ്റ ഒരു പ്രോപ്പർ സ്പ്രെഡ്ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ വീക്ക്ലി മന്ത്ലി സെയിൽസ് അനലിറ്റിക്സും നടത്താം. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഈ ഒരു സാമ്പിൾ സ്ക്രീൻഷോട്ട് എന്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇതൊരു റെസ്റ്റോറന്റിന്റെ ഡെയിലി സെയിൽസ് ആണ്. ഞാൻ ക്ലോഡ് കോവർക്കിലേക്ക് വന്ന് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇതിൽ പറയുന്നത് എന്റെ ഡ്രൈവിൽ ഒരു ഫോൾഡറിൽ എന്റെ സെയിൽസ് ഡാറ്റയുടെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിനൊരു റിപ്പോർട്ടാക്കി മാറ്റണം. ഞാൻ എന്റെ കോവർക്കിനെ ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ഡ്രൈവിൽ ആ ഒരു ഫോൾഡർ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം അതൊരു ഗൂഗിൾ ഷീറ്റ് റിപ്പോർട്ടാക്കി കൺവേർട്ട് ചെയ്ത് അതിന്റെ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്തു. ഞാൻ ഇതിനൊരു ഷെഡ്യൂൾഡ് ടാസ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അതായത് എല്ലാ ദിവസവും 7 മണിക്ക് പുതിയ സ്ക്രീൻഷോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്ത് ഈ ഒരു റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ കോവർക്ക് എല്ലാ ദിവസവും 7 മണിക്ക് റൺ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾഡ് ടാസ്ക് ആയിക്കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്തു. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഷെഡ്യൂൾ എന്നുള്ള ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷെഡ്യൂൾഡ് ടാസ്ക് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇത് എല്ലാ ദിവസവും 7 മണിക്കാണ് റൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്. ഇതിൽ നമ്മൾ എല്ലാ ഡാറ്റയും ഒരു സിംഗിൾ റോ ആയിട്ട് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഡെയിലി സെയിൽസ് ഒരു സിമ്പിൾ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു ഫയൽ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നിങ്ങളുടെ സിസ്റ്റം ഓൺ ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലോഡിന്റെ ക്രോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഫോർ മോർ വീഡിയോസ്.